ഈ അവസാന വർഷം മുഖം മിനുക്കുക. അതായത് ഇപ്പോൾ എല്ലാ എല്ലാ പാർട്ടികളും ചെയ്യുന്ന കാര്യമാണ്. ഈ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് റോഡുകളിലെ കുഴികളൊക്കെ അടച്ചിങ്ങ് സെറ്റാക്കുക. അപ്പം എല്ലാവരും അങ്ങനെ ഇതൊക്കെ ശരിയായി എന്ന് വിചാരിക്കും. ആ ഇലക്ഷൻ കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോൾ അതൊക്കെ ഓരോന്നോരോന്ന് പൊളിഞ്ഞു വരാൻ തുടങ്ങും. ഇത് എത്ര കണ്ടാലും ഇതൊന്നും മലയാളി പഠിക്കില്ല കേട്ടോ. അവർ ആ റോട്ടിൽ 5 കൊല്ലം തെറി പറഞ്ഞ് പോയിട്ട് അവസാന ദിവസം അത് റെഡി ആയിന്ന് കണ്ടാൽ പോയിട്ട് വീണ്ടും വോട്ട് ചെയ്ത് വീണ്ടും 5 കൊല്ലം തെറി പറയുന്ന ആളുകളാണ്. അതിനുള്ള അരണ ബുദ്ധിയെ മലയാളിക്കുള്ളൂ. ഇതാണ് എൻ്റെ പ്രശ്നം. ഈ ഇലക്ഷൻ്റെ സമയത്ത് വേറെ എന്താണ് കേൾക്കണ വാർത്തകൾ, എല്ലാവരും ആർക്കാ വോട്ട് ചെയ്യാൻ പോണേന്നൊക്കെ ആ സാധ്യതയ്ക്കാണ് വോട്ട് ചെയ്യണം. അല്ലാണ്ട് നമ്മുടെ നാടിന് മാറ്റം വരൂ, ഇത് ആർക്ക് ചെയ്താലാണ് നല്ലത്, ഇവരിനി മുമ്പ് ചെയ്തത് എന്താണ് എന്നൊക്കെ പറയുന്നത് സംഭവമാണ്. ഇപ്പം നാളെ ഈ CPM-ന് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തിട്ട് അവർ വീണ്ടും ഭരണത്തിൽ എന്ത് പറയുന്നത് അറിയോ? ഞങ്ങളുടെ ആൾക്കാർ പീഡിപ്പിച്ചാൽ കുഴപ്പമില്ല, പീഡിപ്പിച്ച് മാത്രമേ ഞങ്ങൾക്ക് കൊള്ളൂ, അതുകൊണ്ടാണ് നിങ്ങൾ വിജയിപ്പിച്ചതെന്ന് പറയാനായിട്ട് അവർ മടിക്കില്ല. സത്യത്തിൽ നിങ്ങൾ വോട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണ്ടായിസം നടന്നതിനെതിരൊക്കെ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ഇത് ഈ റിയാലിറ്റിയിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഉത്തരവാദിത്തോട് വോട്ട് ചെയ്യാത്തത് നമ്മളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അതിൻ്റെ 10 ഇരട്ടി ഉത്തരവാദിത്വം കുറയും. കാരണം അവർ ഉത്തരവാദിത്തോട് കൂടിയിട്ട് അക്കൗണ്ടബിൾ ആവേണ്ട ആവശ്യം അവർക്കില്ല, രാഷ്ട്രീയക്കാർക്കില്ല. ഇതൊരു റിയാലിറ്റിയാണ്. ഇപ്പം മുഖം മിനുക്കാനായിട്ടുള്ളത് മുഖ്യമന്ത്രിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ബസ് എടുത്തിട്ട് എന്താ പറയുക, ലോകം മുഴുവൻ നടന്നിട്ട് അതിലെ പരാതി മുഴുവൻ മേടിച്ചിട്ടോ കുപ്പക്കൊട്ടിയിൽ കൊണ്ടിട്ടാലോ ഒന്നും ചെയ്തില്ലല്ലോ. മേടിക്കാൻ ആളില്ലാത്തതല്ല ഇവിടുത്തെ പ്രശ്നം. ഇതിനൊന്നും നടപടി എടുക്കാൻ ആളില്ല എന്നുള്ളതാണ്.